ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂര് എക്സിബിഷൻ കാണാൻ വന്നേക്കാണ്. അതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പ്. രാവിലെ ഒന്ന് എപ്പോൾ പറഞ്ഞ പത്തരയുടെ ബസ്സിനാണ് നമ്മൾ ബസ്സിനാ വന്നത്. അപ്പോൾ ഇവിടെ ഒരു 12:30 ആയപ്പോഴേക്കും ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി, ഫുഡ് കഴിച്ചു. അതിന്റെ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി എക്സിബിഷൻ കാണാം. അതിന് മുമ്പ് ഞാൻ ഫുഡ് എന്താണ് കഴിച്ചതെന്ന് ഞാൻ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, ഞാനും അനിയത്തിയും മോനേ ഉള്ളൂ, വരാറില്ല. ഞങ്ങൾ 3 പേരും കൂടിയാണ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നത്. എന്നാൽ ഞങ്ങളുടെ ദിവസമാണ്. അപ്പൊ ഞങ്ങളിന്ന് തൃശ്ശൂരൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ഓഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചത്. എന്തായാലും ഞാൻ പറയുന്നത് ആ ഫുഡ് കോർട്ടിനെ കുറിച്ചാണ്. നല്ല അടിപൊളി ഫുഡ് കോർട്ടാണ് കേട്ടോ. കുറേയധികം ഷോപ്പുകളുണ്ട്. ബിരിയാണി, പാനിപ്പൂരി, ഡ്രിങ്ക്സ്, അങ്ങനെ പല ഷോപ്പുകളുണ്ട്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് തലശ്ശേരി ബിരിയാണിയാണ്. നല്ല ബിരിയാണിയായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി അത്ര ഇല്ലാത്ത പോലെ തോന്നി. പക്ഷേ ടേസ്റ്റ് വൈസ് ഒക്കെ നല്ലതായിരുന്നു. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്തായാലും വൈബ് സൂപ്പറാണ്, ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയുണ്ടായില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ആ ഫുഡ് കോർട്ടിന്റെ ഇന്റീരിയർ. അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് എക്സിബിഷൻ കാണാൻ വേണ്ടിട്ട്, അതായത് എൻട്രൻസ് തപ്പിയാണ് നടക്കുന്നത്. ഭാഗ്യം കൊണ്ട് നമ്മളോട് KSRTC ചേട്ടൻ പറഞ്ഞു ഇവിടെ ഈ അടുത്ത് ഇറങ്ങിയാൽ മതി, അപ്പൊ അധികം ദൂരം നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് ഇപ്പൊ എൻട്രൻസ് തപ്പി നടന്നുകൊണ്ടിരിക്കുക. എൻട്രൻസ് കൊടുക്കത്ത വെയിലും. ഞാനിവിടെ തൃശ്ശൂര് എക്സിബിഷനില് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഏകദേശം 6 വർഷം കണ്ടേന്ന് തോന്നുന്നു. ഞാനും അമ്മയും ഒക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ വർഷവും ഞാൻ വിചാരിക്കും പോവാന്ന്, പക്ഷെ നടക്കാറില്ല. ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. പക്ഷെ ഇത്തവണ ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വരും എന്നുള്ള ഒരു പ്രതിജ്ഞയോടെയാണ് ഇറങ്ങിയത്. അവളുണ്ട്, മോനുണ്ട്, ഞങ്ങള് 3 പേരും കൂടി എന്തായാലും ചില്ല് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ 3 പേരും അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല. പോവാണെങ്കിൽ തന്നെ വല്ല കല്യാണത്തിനൊക്കെ പോവുള്ളൂ. അപ്പൊ ഇന്നെന്തായാലും ഇറങ്ങി തിരിച്ചു. അല്ലെങ്കിൽ ഇനിയൊന്നും നടക്കില്ല, ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുടക്ക് വരും. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇതുവരെ ഇതിന്റെ എൻട്രൻസ് തപ്പി നടന്നിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മോനും അവളും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ആരുട്ടൻ ഇവര് രാവിലെ തന്നെ എന്നെ കുളിപ്പിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ള മൈൻഡിലാണ് അവൻ ഇരിക്കുന്നത്. അവൻ ആദ്യമായിട്ടാണ് ബസ്സിൽ വരുന്നത്, ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ കാണുന്നത്. അവൻ്റെ ഒരു അന്താളിപ്പാണ് മൊത്തത്തിൽ. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള ഒരു അന്താളിപ്പിലാണ് അവൻ. ഫൈനലി നമ്മള് എൻട്രൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കണം, അകത്ത് കയറണം. നമുക്കിനി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറണം. ഏകദേശം 40 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. എക്സിബിഷൻ എന്താ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബെഡ്ഷീറ്റ്, സോഫ കവേഴ്സ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ടോയ് ഷോപ്പ് എല്ലായിടത്തും കാണുന്ന പോലെ ടോയ് ഷോപ്പുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പല പല കടകളാണ് അങ്ങോട്ട് പോകുന്തോറും. അപ്പോൾ ഈ ക്ലിപ്പ് ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ട്രെൻഡ് തീർന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കുറേ ടൈപ്പ് കളേഴ്സ് ഉണ്ട് കേട്ടോ, അടിപൊളി കളേഴ്സുകളുണ്ടായിരുന്നു. പിന്നെ ഈ വീണ്ടും ബെഡ്ഷീറ്റുകളുണ്ട്. ഇത് വേറെ രാജ്യമല്ല, സംസ്ഥാനത്തെയാണ്. അതായത് ജയ്പൂർ, രാജസ്ഥാൻ, അങ്ങനത്തെ പല സ്ഥലത്തെ മോഡലുകളുണ്ടല്ലോ, അങ്ങനത്തെ കുറേ ബെഡ്ഷീറ്റുകൾ കടകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കുട്ടി ജാർസ്, അതായത് നമ്മൾ ഇവിടെയൊക്കെ അമ്മ ഉപ്പൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. എല്ലാവരും അതിനൊക്കെ തന്നെ ആയിരിക്കാം യൂസ് ചെയ്യുന്നത്, അറിയില്ല. പിന്നെ ഈ കപ്പുകൾ, ഇതെങ്ങനെ തൂക്കിയിട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടിരുന്ന ഈ കൊറിയൻ ടൈപ്പ് ഡ്രസ്സുകളുണ്ടല്ലോ, അതായത് കുട്ടി ഡ്രസ്സുകൾ, അങ്ങനത്തെ ടോപ്സ്, പിന്നെ ബാഗി ജീൻസ്, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ ചെറിയ കമ്മലുകൾ കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര പൈസ ഉള്ള പോലെ തോന്നി. അത് മാത്രമേ ഉള്ള ഒരു പ്രശ്നം. പിന്നെ ഈ ബാഗുകളുടെ കളക്ഷൻ കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പല മോഡൽ ബാഗ്സുകൾ. ഇതിൻ്റെ ക്വാളിറ്റി
ഗുച്ചി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. ഈ ബ്രാൻഡഡ് ടൈപ്പ് ഇതേപോലത്തെയൊക്കെ ബ്രാൻഡഡ് പോലെ തോന്നിക്കുന്ന ബാഗുകൾ, ഈ ഗുച്ചി അതിൻ്റെയൊക്കെ മോഡൽസ് ഉണ്ടായിരുന്നു. പിന്നെ ദേ ഈ രാജസ്ഥാൻ ചെരുപ്പ് അതിൽ ഞാൻ ഇട്ട് നോക്കി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ അടിയായി. എന്തോ അവർ തമ്മിൽ എന്തോ അടിയായി. അപ്പം ഞാനത് വെച്ചുകൊണ്ട് പോന്നു. കണ്ടോ ഇതേപോലത്തെ ബാഗി ജീൻസ് അല്ല പാൻസ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കൊറിയൻ ടോപ്സുകൾ ഇതേപോലത്തെ കൊറിയൻ ടോപ്സുകൾ ഉണ്ടായിരുന്നു. ഈ കുട്ടി കണ്ണട വെച്ച ഒരാളെ ഞാൻ കാണിച്ചു തരാമേ. ആര്യ സൂപ്പർ. റെഡ് കളർ ഷെയ്ഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു അവൻ കണ്ണ് അങ്ങനെ പിടിച്ചേക്കണത്. പിന്നെ ഇതാ കുറേ കുട്ടി കുട്ടി ഈ പറഞ്ഞ ക്ലിപ്സുകൾ. പണ്ടൊക്കെ ഇത് വാങ്ങിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതാ ഈ അച്ചാർ ഞാൻ എവിടെ പോയാലും ടേസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടുത്തെ കൊടുക്ക തുപ്പായിരിക്കും. പിന്നെ ഇതാ കത്തികൾ, പിന്നെ ഇതാ ബുക്കുകൾ പിന്നെ നമ്മുടെ ഏരിയ അല്ല. പിന്നെ ആത്മാർത്ഥമായിട്ട് വായിച്ചൊരു ബുക്കാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ജേഴ്സി ഷോപ്പുകൾ, അങ്ങനെ കുറേയധികം വെറൈറ്റി ഷോപ്പുകളുണ്ട്. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാവേ. ഇത് എപ്പോഴും എല്ലായിടത്തും ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നതാണ് ഈ കുഞ്ഞിക്കിളി, കണ്ടില്ലേ? പിന്നെ ഈ ബാംഗിൾസിൻ്റെ കടയിൽ പോയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 4 പീസിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 550 രൂപ. അത് പറഞ്ഞതും ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. ഇപ്പോൾ കാണാം ഞാൻ അവിടെ വെച്ചിട്ട് വരുന്നത്, കണ്ടില്ലേ? വെച്ചിട്ട് പോന്നു. പിന്നെ വീണ്ടും അച്ചാർ ഷോപ്പ്. ഇവിടെ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. പിന്നെ ഈ കുട്ടി കുട്ടി ബോക്സ്, ഇതിവിടെ ഉള്ളത് തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല. പിന്നെ ഈ ബാഗ്, ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കാരണം ഒന്ന് കമ്പയർ ചെയ്യാൻ, അപ്പുറത്തെ കടയിലെയും ഇപ്പുറത്തെ കടയിലെയും റേറ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അനിയത്തി ചെരുപ്പ് വാങ്ങാൻ കയറിയപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ ഫിഷുകൾ, ഇത് നല്ല രസമല്ലേ? അവിടെ അക്വേറിയത്തിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ട്. അത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് വരുന്നത് 100 രൂപയാണ്. പക്ഷേ വർത്തിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കണ്ടില്ലേ എന്ത് രസമായിരുന്നു കാണാനായിട്ട്. പല ടൈപ്പ് മീനുകളുണ്ടായിരുന്നു. മറ്റേ മൂഷിയുടെ പോലത്തെ മീനുകളുണ്ടായിരുന്നു. അതുതന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനത്തെ മീനുകളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. അയ്യോ, ഇവർ ഓടി നടക്കുന്നത് കാണാൻ എന്ത് രസമായിരുന്നെന്നറിയോ? പല ടൈപ്പ് കളറ്, പച്ച, നീല, ഫ്ലൂറസെൻ്റ് പച്ച, മഞ്ഞ, അങ്ങനെ പലതരം കളേഴ്സ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഫിഷുകളെയാണ്. അയ്യോ, പൊടി പൊടി പോലത്തെ മീനുകൾ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആരുട്ടനാണെങ്കിൽ അത് കാണാനും പേടിയുണ്ട് എന്നത് അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ ആ ഗ്ലാസ്സുമൊക്കെ തൊടിക്കുമ്പോൾ മറ്റിങ്ങനെ എൻ്റെ കയറി വരാണ് പേടിച്ചിട്ട്. പിന്നെ ഇതേപോലത്തെ മീനുകൾ, വലിയ വലിയ മീനുകൾ. അങ്ങനെ ഫിഷും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കരിക്കിൻ്റെ കട കണ്ടു. പിന്നെ ഈ ബജ്ജി ഷോപ്പുകൾ, ഇതൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷേ വയറില്ലാത്ത പോലെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഗെയിംസ് ഇപ്പോൾ എല്ലായിടത്തും ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. മിക്ക എക്സിബിഷൻ സ്ഥലത്തും ഇത് കാണാറുണ്ട്. പിന്നെ ഞങ്ങളിത് പാനിപ്പൂരി കഴിക്കാനായിട്ട് കയറി. പാനിപ്പൂരിക്ക് ഓർഡറൊക്കെ കൊടുത്തു. അപ്പോൾ അവനെ ടേബിളിൽ ജസ്റ്റ് ഇരുത്തി. കാരണം അവൻ നമ്മുടെ കയ്യിൽ ഇരിക്കില്ല. അതുകൊണ്ട് അവനെ ടേബിളിൻ്റെ പുറത്തിരുത്തി. അങ്ങനെ പാനിപ്പൂരി വന്നു. പാനിപ്പൂരിയിലെ ഫില്ലിങ്സ് അധികം ഇല്ലാത്ത പോലെ തോന്നി. സാധാരണ മിക്സ്ചർ, പിന്നെ സവോള അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഉരുളക്കിഴങ്ങിൻ്റെ മാത്രം. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പറയുന്നത് കേൾക്കാമേ. സാമ്പാറിന്റെ ടേസ്റ്റ് അല്ലേ? പിന്നെ ഈ മീൻ ചട്ടികൾ, അങ്ങനെ കൂജകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടത് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എക്സിബിഷൻസ് ആയിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. ISRO, വ്യവസായം, പിന്നെ NCC, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എക്സിബിഷൻ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞിക്കിളി, നേരത്തെ കണ്ട കുഞ്ഞിക്കിളിയുടെ കളറുകൾ, പല ടൈപ്പ് കളേഴ്സുകൾ. ഞങ്ങൾ ആക്ച്വലി അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ വന്നതാണ്. പക്ഷെ ഉണ്ടല്ലോ, ഇതിപ്പോ നടന്നു തീരുന്നില്ല. അവര് ചെറിയ വഴി പോലും അടച്ചു വെച്ചേക്കാം. അതിലൂടെ പോലും പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അടച്ചു വെച്ചേക്കാം. ഏതിലെങ്കിലും കൂടി പുറത്തിറങ്ങാൻ വിചാരിച്ചാൽ അതുപോലും സംഭവിക്കുന്നില്ല. മൊത്തം നടന്നൊക്കെ ആവശ്യമായി. എങ്ങനെയുണ്ട്? അടിപൊളി. കാലൊക്കെ പോയി. ആരും ഇഷ്ടായ? ഐസ്ക്രീം ഒക്കെ കിട്ടിയുണ്ടായിരുന്നു. ഇഷ്ടം. പക്ഷെ കൊറേ നടക്കണെങ്കിലും സംഭവം സൂപ്പറാണ്. പക്ഷെ നടന്ന് വയ്യാണ്ടാവും. അത് മാത്രമേ സ്റ്റാമിന ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ സൂപ്പറായിരിക്കും. പക്ഷെ സ്റ്റാമിന ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇറങ്ങി. ഇപ്പൊ
പുറത്തെത്തി. സംഭവം കൊള്ളാം, അടിപൊളിയാണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ നടന്ന് പറ്റാണ്ടാവും. ഏകദേശം ഞങ്ങളൊരു 1 മണിക്കാണ് കയറിയത്. 1 മണി കയറിയിട്ട് ഇപ്പൊ എത്ര മണിയായി? 4 മണി. ഒരു ഒറ്റയടിക്ക് കയറിയതല്ലേ. ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, പാനിപ്പൂരിയൊക്കെ കഴിച്ചു. അപ്പോൾ ഓരോ വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്, അതിന് ഒരു സംശയമില്ല. പിന്നെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ വന്നിട്ടുണ്ട്, ഒരു തവണ വന്നിട്ടുണ്ട്. അതും ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തു. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തവണ കൂടി വരാനായിട്ടുള്ള ഒരു ആഗ്രഹം ഇല്ല. കാരണം അന്ന് തന്നെ ഭയങ്കര തിരക്കിലാണ് പെട്ടത്. തിരക്കെന്ന് പറഞ്ഞാൽ അറിയാലോ, തൃശ്ശൂർ പൂരത്തിന് തിരക്കെന്ന് പറഞ്ഞാൽ വെറുതെ നിന്ന് കൊടുത്താൽ മതി, നമ്മളെ കൊണ്ട് നടന്നോളും. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ പൂരം കണ്ടു. ഇത്തരത്തല്ല, കുറച്ചാൾ മുമ്പത്തെ. പിന്നെ അതിന് കുറച്ചാൾ മുമ്പാണ് അതിന്റെ എക്സിബിഷൻ കണ്ടത്. അങ്ങനെ ആ എക്സിബിഷൻ ഒന്നുകൂടി പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തവണ വരാന്ന് വിചാരിച്ചത്. അങ്ങനെ അത് കണ്ടു, സന്തോഷമായി. ഇനിയിപ്പോ നമ്മള് ബസ് സ്റ്റാൻഡ് കണ്ടെത്തി പോണം. എനിക്ക് കുറെ നാളായി ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഏത് സൈഡാണെന്നൊന്നും. അപ്പൊ നമ്മള് തപ്പി കണ്ടുപിടിച്ച് ഇനി എന്തായാലും വീട്ടിൽ പോകണം. അതിന് മുമ്പ് എനിക്ക് ഈ നടയുടെ ഫ്രണ്ടില് കുറച്ചു നേരം ഇരിക്കണം എന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കണ സ്ഥലത്ത് അതും കൂടി കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മള് പോകും. ഓക്കെ. പിന്നെ ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ഈ തൃശ്ശൂരിന്റെ ഈ നടയുടെ അവിടെ വന്നില്ലെങ്കിൽ എന്ത് തൃശ്ശൂരല്ലേ. ഇതൊരു വൈബാണ് ഇവിടെ വന്നിരിക്കണതൊക്കെ. അയ്യോ, പക്ഷെ വൈബാണെങ്കിലും പട്ടി പോസ്റ്റല്ല, പട്ടിയായി നടന്ന് അതും ഭയങ്കര വെയില്. ഇതാണ് ഞാൻ പറഞ്ഞ നട. നല്ല രസമല്ലേ ഇവിടെ ഇരിക്കാനായിട്ട്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് പേര് ഉണ്ടായിരുന്നു കേട്ടോ. ആരുട്ടി തമ്പായി അടിപൊളി ട്രിപ്പല്ല, ഔട്ടിങ്. വല്ലാത്തൊരു ഔട്ടിങ് ആയിപ്പോയി. പക്ഷെ വെയിലിന്റെയും പിന്നെ കുറെ നടക്കണേന്റെയും പ്രശ്നമുള്ളൂ. പക്ഷെ എക്സിബിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ. കുറെ റിപ്പീറ്റഡ് കടകളൊന്നുമില്ല. റിപ്പീറ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും റിപ്പീറ്റ് ആയിട്ടുള്ള കടകൾ വരുള്ളൂ. അല്ലാണ്ട് സാധാരണ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ കുറെ റിപ്പീറ്റഡ് ഷോപ്പുകൾ വരും. ഇങ്ങനെ അതിപ്പോ കളിപ്പാട്ടങ്ങളൊക്കെ, അതല്ലാണ്ട് ഈ ബാഗിന്റെ ആയിക്കോട്ടെ, ഈ കത്തികളിലായിക്കോട്ടെ, അതിന് റിപ്പീറ്റഡ് വരും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എക്സിബിഷൻ കൊള്ളായിരുന്നു. എന്തായാലും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും വരാത്തുണ്ടെങ്കിൽ വരിക, വന്ന്. എനിക്ക് തോന്നുന്നു മെയ് ലാസ്റ്റ് വരെ ഉണ്ടല്ലേ, മെയ് ലാസ്റ്റ് വരെ ഉണ്ട്. പക്ഷെ ആര്യ സൂപ്പർ. 3 hours later. ഹലോ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. എനിക്ക് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ബസ്സിലായിരുന്നു. പിന്നെ ബസ് ഹറിബറി ആയിട്ടാണ് ബസ്സൊക്കെ കിട്ടിയത്. അപ്പോൾ പിന്നെ ബ്ലോഗോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ടയേർഡായിപ്പോയി. അങ്ങനത്തെ ആയിപ്പോൾ വീട്ടിൽ വന്ന് കയറിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. പ്ലാൻ ചെയ്ത പോലെ നമ്മൾ എല്ലായിടത്തും പോയി, ഗ്രൗണ്ടിൽ പോയി, എക്സിബിഷൻ കണ്ടു. ഓക്കെ, സോറി, ക്യാമറ ഇവിടെ അല്ലേ. എക്സിബിഷൻ കണ്ടു. അങ്ങനെ എല്ലാവരും സൂപ്പറായിട്ട് നടന്നു. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം. ആകെ മൊത്തം ഒരു എന്താ പോലെ അത്രയും തിരക്കിലും ആകെ വേർത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം ആയെങ്കിൽ
ആയെങ്കിലല്ല ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണ്ടേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇത് ആദ്യത്തെ വ്ളോഗാണ്, എനിക്കങ്ങനെ വ്ളോഗ് എടുത്ത ശീലമില്ല. അപ്പോൾ എനിക്കറിയില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് എനിക്ക് അടുത്ത ടൈമിൽ എനിക്കത് മാറ്റി പെർഫെക്റ്റ് ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. Okay, good night and thank you so much for watching this video. Bye.